വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം ഉയരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 83 ഉയർന്നു. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടിയത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വെല്ലുവിളിയായി. അനാവശ്യമായി ആരും പ്രദേശത്തേക്ക് പോകരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സൈന്യത്തിന്റെ 200 അംഗങ്ങൾ ദുരന്തമുഖത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനും 330 അടി ഉയരമുള്ള താൽക്കാലിക പാലം എത്തിക്കാനും നീക്കങ്ങൾ നടക്കുകയാണ്. കൂടാതെ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 130 സൈനികർ കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വിമാനമാർഗം അല്പസമയത്തിനകം ഇവർ കോഴിക്കോട് എത്തും. അതേസമയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നും നാളെയുമാണ് ദുഃഖാചരണം നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടണം. സർക്കാർ തീരുമാനിച്ച പൊതുപരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെക്കാനും തീരുമാനമായി.